ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ സ്നേക്ക് പ്ലാന്റിലെ ഫാമിലിയിൽ പെട്ട ഹൈബ്രിഡ് ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അറിയുന്നവർ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നല്ല ഇപ്പോൾ പറയാൻ വന്നത്. നമുക്ക് എങ്ങനെ ഇത് ഞാൻ പ്ലാന്റ് ചെയ്തിട്ടുള്ള ബേസ് എന്ന് പറഞ്ഞ ഒരു പെയിൻറ്റ് ഡബ്ബയാണ് കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഒരു സീറോ കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാന്റ് ഉണ്ടാക്കാം. അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നല്ല ഒരു പെയിൻറ്റ് ഡബ്ബയാണ്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ അതിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല തിന്നായിട്ടുള്ള, വളരെ തിന്നായിട്ടുള്ള ഒരു ചൂടിക്കയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കെട്ടിന് 10 രൂപ അങ്ങനെ പല കടകളിലും ഉണ്ടാവും, ചെടിയൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ ഉണ്ടാവും. അത് ഞാൻ പശ ഒട്ടിച്ചിട്ട് ഞാൻ മുഴുവനായിട്ട് ചുറ്റിയെടുക്കുക ചെയ്തിട്ടുള്ളത്. മൊത്തമായിട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പം എന്നിട്ട് അതിലേക്കാണ് ഞാൻ ഈ പ്ലാന്റ് വെച്ചിട്ടുള്ളത്. പ്ലാന്റ് വെക്കുമ്പം നല്ല റെഡ് സോയിൽ നമ്മൾ കൊക്കോപിറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഇത് മാത്രം നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. നമുക്ക് ഈ പ്ലാന്റ് തന്നെ വെക്കണം എന്നൊന്നുമില്ല, ഇഷ്ടമുള്ള പ്ലാന്റ് വെക്കുക കേട്ടോ. അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നന്നായിട്ട് വളരും. നല്ലൊരു ഡെക്കറാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ആരും പെയിൻറ്റ് ഡബ്ബ കളയാനൊന്നും നിൽക്കേണ്ട. പെയിൻറ്റ് ഡബ്ബ എന്ന് പറഞ്ഞാൽ നല്ലൊരു നമുക്ക് പോട്ടിൻ്റെ പകരം സീറോ കോസ്റ്റിൽ നമുക്ക് എങ്ങനെ പ്ലാന്റ് നടാം എന്ന് നോക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.